ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വിവിധ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ A++ ഗ്രേഡുള്ള 2 യൂണിവേഴ്സിറ്റികളേ ഉള്ളൂ. ഒന്ന് കേരള യൂണിവേഴ്സിറ്റിയും മറ്റൊന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. അതിനുവേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ catmgu.ac.in എന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ ആദ്യം വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ catmgu എന്നടിച്ചാൽ തന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോകും. അവിടെ നിന്നും ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ശരിക്കും ഫെബ്രുവരി 15 ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 5 മെയ് 5 വരെ രജിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് മെയ് 8 ഡൗൺലോഡ് ചെയ്യാം. 17 18 മെയ് 17 18 തീയതികളിലാണ് ഇതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെൻറ്റേഴ്സ് എവിടേക്കാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അതുപോലെ അതിനുശേഷം ചില കോഴ്സുകൾക്ക് ഇൻ്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ട്. അതിൻ്റെ ഡേറ്റൊക്കെ പിന്നെ പറയും. റാങ്ക് ലിസ്റ്റ് എന്ന് പബ്ലിഷ് ചെയ്യും, അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സുകൾ എന്ന് സ്റ്റാർട്ട് ചെയ്യും, അഡ്മിഷൻ എന്ന് ക്ലോസ് ചെയ്യും, ഈ ഡേറ്റുകളൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇനി ഫോറിൻ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അതും ഈ പറഞ്ഞ രീതിയിൽ രജിസ്ട്രേഷൻ തുടങ്ങിയ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻഡ് ഡേറ്റ് എന്നാണെന്നുള്ള യൂണിവേഴ്സിറ്റി ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്കാണ്. അതായത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലും ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലും നടത്തുന്ന MA MSc MTTM MLM MEd MPEd MBA എന്നീ പ്രോഗ്രാമുകളിലേക്കുള്ള 2024 വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. MBA ഒഴികെയുള്ള പ്രോഗ്രാമുകളുടെ പ്രവേശന പ്രക്രിയ, പ്രവേശന യോഗ്യത, പ്രോഗ്രാമുകൾ, സീറ്റുകളുടെ എണ്ണം, പ്രവേശന പരീക്ഷയുടെ ഷെഡ്യൂൾ തുടങ്ങിയ വിവരങ്ങൾക്ക് www.catmgu.ac.in എന്ന വെബ്സൈറ്റിൽ നിന്നും വിജ്ഞാപനവും പ്രോസ്പെക്ടസും കാണുക. അവസാന സെമസ്റ്ററിലെ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. MEd പ്രോഗ്രാമിന് യോഗ്യതാ പരീക്ഷ എഴുതുന്നവർ അവസാന 2 സെമസ്റ്ററിലെ ഫലം കാത്തിരിക്കുന്നവരായിരിക്കണം. ഓരോ പ്രോഗ്രാമുകളുടെയും യോഗ്യത പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അത് എവിടെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാമിനും 1200 രൂപയാണ് ഫീസായിട്ടുള്ളത്, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫീസ്. എന്നാൽ SC/ST വിഭാഗത്തിന് 600 രൂപയാണ് ഫീസ്. MBA പ്രോഗ്രാമിന് സർവകലാശാല പൊതുപരീക്ഷ നടത്തുന്നതല്ല. അതിന് പകരം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ CATും അതുപോലെ തന്നെ KMATൻ്റെയൊക്കെ ബേസിലാണ് അതിൻ്റെ ഈ അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ 17 18 തീയതികളിലാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ ലാൻഡ് ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ MGUയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട മെയിൽ ID തന്നിട്ടുണ്ട്. ഇനി MBA പ്രോഗ്രാമിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ MBA ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് സ്റ്റഡീസിൻ്റെ ലാൻഡ് ഫോൺ നമ്പറും അതുപോലെ തന്നെ മെയിൽ ID ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പോകുന്ന ഡീറ്റെയിൽ പ്രോസ്പെക്ട്സ് നോട്ടിഫിക്കേഷനിലേക്കൊക്കെയാണ്. MGU ഇപ്പോൾ കോൾ ഫോർ ചെയ്യുന്ന കോഴ്സുകൾ ഇതൊക്കെയാണ്: MSc ബയോകെമിസ്ട്രി, MSc ബയോടെക്നോളജി, ബയോഫിസിക്സ്, അതുപോലെ തന്നെ മൈക്രോബയോളജി, MSc കെമിസ്ട്രി. അതിൽ ഇനോർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, അതുപോലെ പോളിമർ കെമിസ്ട്രി ഉണ്ട്. ഇതിൻ്റെയൊക്കെ എത്രയൊക്കെയാണ് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളതും അതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്നും അതേ കോഴ്സിൻ്റെ നേരെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പോകാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള കാര്യം. അതുപോലെ MSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, MSc സൈക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ MSc ഫിസിക്സ് ഉണ്ട്. ദെൻ MSc എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ഉണ്ട്. ദെൻ MSc എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉണ്ട്. എന്നാൽ ചില കോഴ്സുകൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. MSc അപ്ലൈഡ് ജിയോളജി ഉണ്ട്, MSc സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, MSc മാത്സ് ഉണ്ട്, അതുപോലെ MSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഉണ്ട്. വളരെ നൂതനമായ കോഴ്സാണ്. MSc ഫിസിക്സ്, നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി. MSc കെമിസ്ട്രിയിൽ തന്നെ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി ഉണ്ട്. MSc ഡേറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് ഉണ്ട്, അതും ന്യൂ ജനറേഷൻ കോഴ്സാണ്. MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. അതുപോലെ തന്നെ MSc ബോട്ടണി ആൻഡ് പ്ലാന്റ് സയൻസ് ടെക്നോളജി ഉണ്ട്. MSc ഫിസിക്സ് സ്പെഷ്യലൈസേഷൻ എനർജി സയൻസ് ആണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ സയൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പോളിമർ കെമിസ്ട്രി ഉണ്ട്. അതുതന്നെ MA പൊളിറ്റിക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്, MA പൊളിറ്റിക്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, MA പൊളിറ്റിക്സ് ഉണ്ട്, MA മലയാളം, ഇംഗ്ലീഷ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, MA എക്കണോമിക്സ്, MA ഹിസ്റ്ററി, MA ആന്ത്രോപോളജി, MA ഡിസേബിലിറ്റി സ്റ്റഡീസ് ഉണ്ട്, സോഷ്യൽ വർക്ക് ആൻഡ് ഡിസേബിലിറ്റി സ്റ്റഡീസ് ഉണ്ട്, MA ജെൻഡർ സ്റ്റഡീസ്, MA കൗൺസിലിംഗ്, MA ലൈഫ് ലോങ് ലേണിംഗ്, മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഈ സ്ക്രീൻ കാണുന്ന 3 കോഴ്സുകൾക്കും ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 50% മാർക്ക് ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ. അതിൽ തന്നെ ഏറ്റവും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോഴ്സാണ് മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്. ഒരുപാട് ജോലി സാധ്യതകളുള്ള കോഴ്സ്. അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ MEd പ്രോഗ്രാം ഉണ്ട്. അതുപോലെ മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് ഉണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ലോ ഉണ്ട്, LLM കോഴ്സ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. നേരത്തെ പറഞ്ഞ പോലെ KMAT, CMAT, CAT ഈ സ്കോറിൻ്റെ ബേസിലാണ് ഇതിൻ്റെ അഡ്മിഷൻ.
അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് ആ രീതിയിൽ അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ MBA ഒഴിച്ച് ബാക്കി എല്ലാ പ്രോഗ്രാമുകൾക്കും ഈ പറഞ്ഞ എൻട്രൻസ് എക്സാമിനേഷനാണ്. MTech ഉണ്ട്, എനർജി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ MTech ഉണ്ട്, അതുപോലെ തന്നെ നാനോ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ MTech ഉണ്ട്, ദെൻ പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജിയിലും MTech ഉണ്ട്, അതുപോലെ തന്നെ പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജി MTech പ്രോഗ്രാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട 49 പ്രോഗ്രാമുകളാണ്. ഇത്രയും പ്രോഗ്രാമുകൾക്കാണ് ഈ പറയുന്ന CAT MGU 2024 വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ വെബ്സൈറ്റ് ഇതാണ് www.catmgu.ac.in. ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാനും വെബ്സൈറ്റിൽ ഓൾറെഡി ലിങ്ക് അവൈലബിൾ ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന് എങ്ങനെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ catmgu.ac.in എന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലൊരു ടാസ്ക് ബാർ കാണാൻ സാധിക്കും, ഹോം അതുപോലെ കിടക്കുന്നു. അതിനകത്ത് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടക്കുന്നുണ്ട്, അപ്ലൈ ഓൺലൈൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻസാണ് നമുക്ക് വരാൻ പോകുന്നത്. അവിടെ നമ്മുടെ നെയിം, നമ്മുടെ SSLC ബുക്കിൽ എങ്ങനെയാണോ നെയിമുള്ളത് അതുപോലെ തന്നെ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ആളാണ് അത് കറക്റ്റായിട്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ കറക്റ്റ് നമ്പർ കൊടുക്കുക. കാരണം അതുവഴിയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത്. അതുപോലെ ഇമെയിൽ അഡ്രസ്സും കറക്റ്റ് ഇമെയിൽ ID കൊടുക്കുക. കാരണം അതുവഴി നിങ്ങൾക്ക് മെയിൽ വരുന്നതാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. ഇതുപോലെ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് സമയത്തൊക്കെ മെയിൽ വരുന്നതാണ്. കൺഫർമേഷൻ പാസ്വേഡ്, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ പാസ്വേഡ് സെറ്റ് ചെയ്ത ശേഷം ഒരു സെക്യൂരിറ്റി കോഡ് കൊടുക്കും. ആ സെക്യൂരിറ്റി കോഡ് കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഫീസ് അടക്കുന്ന കാര്യങ്ങളും നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങളുടെ UGയുടെ മാർക്കുകളും കാര്യങ്ങളും ഒക്കെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിലൊന്ന് ഇപ്പോൾ ഈ ഒരു 1 month ബിഫോറാണ് A++ റാങ്കിങ്ങിലേക്ക്, നാക്കിലെ A++ റാങ്കിങ്ങിലേക്ക് MG യൂണിവേഴ്സിറ്റി എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ ആ യൂണിവേഴ്സിറ്റി സെൻറ്ററിനകത്ത് അവിടെയുള്ള സ്കൂൾ ഓഫ് ടൂറിസം പോലെയുള്ള അല്ലെങ്കിൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസൊക്കെ പോലെ അവിടെയുള്ള സ്കൂൾസുകൾ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സിലൊക്കെ അല്ലെങ്കിൽ അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പഠിക്കാൻ കിട്ടുന്ന സുവർണ്ണ അവസരമാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഞാൻ വിടവാങ്ങുന്നു. എൻ്റെ പേര് ഹാരിഷ് പൂക്കോടൻ. താങ്ക് യു ഓൾ.